ഹായ്, നമ്മുടെ വേൾഡ് കപ്പ് ഒക്കെ വളരെ ആവശ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ സമയത്തും നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അതും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് ടെസ്റ്റുകൾ സംഭവിക്കുന്നു. എന്താന്നല്ലേ ഇപ്പൊ പറഞ്ഞത്. അതായത് കഴിഞ്ഞ സീസണിന്റെ പകുതിക്ക് വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ഫ്രാഞ്ചും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു. കഴിഞ്ഞ സീസൺ അവസാനം വരെയാണ് പുള്ളിക്കാരന്റെ കോൺട്രാക്ട് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ബ്ലാസ്റ്റേഴ്സ് പുള്ളിക്കാരന്റെ കോൺട്രാക്ട് പുതുക്കിയിട്ടില്ല. അതോടെ തന്നെ പുള്ളിക്കാരൻ FC ഗോവയിൽ സൈൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല രണ്ടാമത്തെ ടെസ്റ്റ്. ഡാനിഷ് ഫാറൂഖ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു. അല്ല, ഈ കാര്യം നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു. അതായത് ഡാനിഷ് ഫാറൂഖിനെ കുറിച്ച് കുറെ ആളുകൾക്ക് പല അഭിപ്രായങ്ങളാണ്. ഡാനിഷ് ഫാറൂഖ് ഒരു മൾട്ടിപ്ലെയർ പൊസിഷനിൽ കളിക്കുന്ന പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ ഡാനിഷ് ഫാറൂഖിനെ ഈസ്റ്റ് ബംഗാളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതോടെ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇല്ല, കഴിഞ്ഞിട്ടില്ല. വേറെ ടെസ്റ്റ് മഴയുണ്ട്. അതായത് അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിക്കുക. അഡ്രിയാൻ ലൂണ ഇന്തോനേഷ്യൻ ക്ലബിലെ കോൺട്രാക്ട് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ താരമാണ്. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വാല്യൂ ആയിട്ടുള്ള താരങ്ങളൊന്നും സൈൻ ചെയ്യില്ല എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അതോടെ തന്നെ 95% അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നുള്ളതാണ് സാധ്യത കൂടുതൽ. ഇതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന 2 താരങ്ങളും കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ ഇപ്പോൾ നിലവിലുണ്ട്. അതായത് കെവിൻ യോക്ക് ആൻഡ് പാളു. അതോടെ തന്നെ മിക്കവാറും ഈ 2 താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് വേറെ ഒരു ക്ലബിന് ഇതുപോലെ കൊടുക്കും. അതാണ് ഇനി നടക്കാൻ പോകുന്ന കാര്യം. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പൊ നിലവിൽ നിൽക്കുന്ന പാളുവിന്റെയും അതുപോലെ കെവിൻ യോക്കിന്റെയും കരാർ അവസാനിച്ചിട്ടുണ്ട്. അത് ഇതുവരെയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിട്ടില്ല. പിന്നെ വേറൊരു ടെസ്റ്റ്, അതായത് ആഷ്ലി വെസ്റ്റ്വുഡിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് നിർത്താൻ താല്പര്യമുണ്ട്. പക്ഷെ പുള്ളിക്കാരന് ബ്ലാസ്റ്റേഴ്സിൽ നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സും ആഷ്ലി വെസ്റ്റ്വുഡും തമ്മിലുള്ള കരാർ അവസാനിച്ചിട്ടുണ്ട്. അത് പുതുക്കാനുള്ള ഓഫറൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെയായിട്ട് പുള്ളിക്കാരൻ അതിൽ സൈൻ ചെയ്തിട്ടില്ല. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ മറ്റ് ക്ലബുകളിൽ നിന്നുള്ള ഓഫർ പരിഗണിക്കും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഉടനെ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ. ഈ അവസ്ഥയിൽ വളരെ മോശം അവസ്ഥയിലൂടെ ബ്ലാസ്റ്റേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് വരാം. ISLനെ കുറിച്ചുള്ളതൊക്കെ. അപ്പൊ എന്താണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.